നമ്മുടെ സ്ത്രീകള് തെങ്ങോട്ടാ പോണേന്നറിയില്ല. നമ്മുടെ കൺട്രിയിലെ സ്ത്രീകൾ. ഞാൻ ഇപ്പോൾ പറയാൻ വന്നത് ഛത്തീസ്ഗഡിൽ നടന്നൊരു കാര്യമാണ്. 27 വയസ്സ് പ്രായമുള്ള ഒരു മാരീഡ് ലേഡി, കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ, 27 വയസ്സുള്ള സ്ത്രീ, ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത് 16 വയസ്സുള്ള ഒരു ആൺകുട്ടി, സ്കൂളിൽ പോകുന്ന പ്രായം. ഈ ആൺകുട്ടിയായിട്ട് പരിചയപ്പെട്ട് ആ കുട്ടിയെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ മോശമാണ്, പറയാൻ പോലും പറ്റത്തില്ല, നാണക്കേട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ആ കുട്ടിയെ പീഡിപ്പിക്കുന്നു. എന്നിട്ട് ആ കുട്ടിയോട് പറയുന്നു, ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കംപ്ലൈന്റ്, നിന്റെ അഗേൻസ്റ്റ് ഞാൻ കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെയാണ്. ഈ ഒരു കാര്യം ഞാനിവിടെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ ലോസ് എല്ലാം തന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ആണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇതിനെ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീകൾ, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ഭർത്താക്കന്മാരെ പീഡിപ്പിക്കുന്നത് പല രീതികളിലുമാണ്. അത് ഈ പറയുന്ന ഭർത്താക്കന്മാർക്ക് അത് പുറത്ത് പറയാൻ പോലും പറ്റത്തില്ല, കാരണം ആരും വിശ്വസിക്കില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ ഈ പറയുന്ന സ്ത്രീകൾ കല്യാണം കഴിയാതെ ചെറിയ ആൺപിള്ളേരടക്കം വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട് പോക്ക് നോക്കും. എവിടേക്കാണ് നമ്മുടെ സ്ത്രീകൾ പോകുന്നത്? ഇതിനൊരു ഒരു പനിഷ്മെന്റ് കൊടുക്കണം. തീർച്ചയായിട്ടും ഇതിന് ഈ പറഞ്ഞ പെൺകുട്ടിക്കെതിരെ പോക്സോ കേസ് ഇട്ടിട്ടുണ്ട്, കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്താ പറയാ, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ കാലത്ത് സ്ത്രീകളുടെ പെരുമാറ്റവും. കല്യാണം കഴിഞ്ഞ് പോയാലും കല്യാണം കഴിയാതെ, എന്താ പറയാ, പ്രായപൂർത്തിയായ ആൺപിള്ളേരടക്കം വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കല്യാണം കഴിച്ചിട്ടുള്ള ഭർത്താക്കന്മാർക്ക് ഏത് രീതിയിലൊക്കെയാണ് ഇവര് ഏത് രീതിയിലൊക്കെ ആയിരിക്കും ഇവര് ഹറാസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. Stay tuned for the next legal update. Bye.